നമസ്കാരം. ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ഓട്ടോറിക്ഷ തൊഴിലാളികളെ ജീവിക്കാൻ അനുവദിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഓട്ടോറിക്ഷയുമായി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ INTUC ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കാൻ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ RO പ്ലാന്റ് സ്ഥാപിച്ചു നൽകി. അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ HSSൽ 4 ലക്ഷം രൂപ ചെലവിൽ 1250 ലിറ്റർ കപ്പാസിറ്റിയുള്ള പ്ലാന്റാണ് സ്ഥാപിച്ചു നൽകിയത്. സലാം MLA പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. അന്യായമായ തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക, ഹരിതകർമ്മസേന സേവനം ആവശ്യമില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളെ യൂസർ ഫീയിൽ നിന്ന് ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ആലപ്പുഴ ഡിസ്ട്രിക്ട് കൗണ്ടി പ്രീമിയർ ലീഗ് ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. സലാം MLA ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യുവതലമുറയെ ആരോഗ്യമുള്ള സമൂഹമാക്കി മാറ്റാൻ വലിയ പങ്കാണ് സ്പോർട്സ് വഹിക്കുന്നതെന്ന് MLA അഭിപ്രായപ്പെട്ടു. ഇടതുപക്ഷ ഐക്യമാണ് കമ്മ്യൂണിസ്റ്റിന്റെ ശക്തിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. CPI ജില്ലാ കോടതി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുതായി പണികഴിപ്പിച്ച PM തങ്കപ്പൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. ഓട്ടോറിക്ഷ തൊഴിലാളികളെ ജീവിക്കാൻ അനുവദിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഓട്ടോറിക്ഷയുമായി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ INTUC ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ജീവിക്കാൻ അനുവദിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഓട്ടോറിക്ഷ വഹിച്ചുള്ള പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC ആലപ്പുഴ ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ബാബു ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്ത ഓട്ടോറിക്ഷ മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ INTUC ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. അത് നിലനിൽക്കുമ്പോൾ അത് റദ്ദാക്കിക്കൊണ്ട് എന്നാൽ ഇതിനുശേഷം ഓട്ടോറിക്ഷയിൽ വെച്ചിരിക്കുന്ന നമ്മുടെ മീറ്ററുകളുണ്ട്. ഈ മീറ്ററുകളിൽ 2022 സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിലെ വ്യവസ്ഥകൾ, അതിന്റെ വ്യവസ്ഥകൾ പാലിക്കുവാനുള്ള സാങ്കേതിക സംവിധാനം ഉണ്ടാക്കേണ്ട പണി ഈ ഇരിക്കുന്ന പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരുടെ അല്ല, മറിച്ച് സംസ്ഥാന സർക്കാരിന്റെയും ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയാണ്. അവരത് ചെയ്യാതെ ഓട്ടോ തൊഴിലാളി യൂണിയൻ INTUC ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സജീവൻ ധർണയിൽ അധ്യക്ഷനായി. AK രാജൻ, VD ശ്രീനിവാസൻ, U അശോക് കുമാർ, കലൂർ ശശി, സജൻ, സുനിൽ, നാസർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കാൻ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ RO പ്ലാന്റ് സ്ഥാപിച്ചു നൽകി. അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ HSSൽ 4 ലക്ഷം രൂപ ചെലവിൽ 1250 ലിറ്റർ കപ്പാസിറ്റിയുള്ള പ്ലാന്റാണ് സ്ഥാപിച്ചു നൽകിയത്. സലാം MLA RO പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ RO പ്ലാന്റ് സ്ഥാപിച്ചു. അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 4.5 ലക്ഷം രൂപ ചെലവിൽ 1250 ലിറ്റർ കപ്പാസിറ്റിയുള്ള പ്ലാന്റാണ് സ്ഥാപിച്ചു നൽകിയത്. ബ്ലോക്ക് പരിധിയിലെ മുഴുവൻ സ്കൂളുകളിലും RO പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ആദ്യഘട്ടത്തിൽ മോഡൽ സ്കൂളിൽ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴ ഡിവിഷനിലെ PN പണിക്കർ GLPS, ആമേഡ GLPS സ്കൂളുകളിൽ വരും ദിവസങ്ങളിലും പ്ലാന്റ് പ്രവർത്തനം സജ്ജമാക്കും. അമ്പലപ്പുഴ MLA സലാം RO പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സംഭാവന ചെയ്തിട്ടുള്ളത് നമ്മുടെ വിദ്യാലയങ്ങളിലെ കുട്ടികൾ ശുദ്ധമായ ജലം കുടിക്കുക എന്നുള്ളത് അതിലെ കഴിയുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിലും ഒരു പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടത്. അത് നിങ്ങൾ ഗൗരവമായി പാലിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നിങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ശീലത്തിലെ ഒരു വ്യത്യാസം, വെള്ളം ചിലപ്പോൾ കാര്യമായി കുടിക്കാറില്ല, സമയത്ത് ബാത്റൂമിൽ നിന്ന് പോകാറില്ല. ഇതൊരു അസൗകര്യമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രയാസമായിട്ടോ കണക്കാക്കിയിട്ട് നിങ്ങളിങ്ങനെ ശീലിക്കുന്നതിന്റെ ഭാഗമായി സംഭവിക്കുന്ന പ്രശ്നം വലിയ ആരോഗ്യ പ്രശ്നമാണ് സംഭവിക്കുന്നത്.
അതിലൊരു ശാസ്ത്രീയമായ കാര്യം ഞാൻ വിശീലിച്ച് ഒരുപാട് ദീർഘമായി പറഞ്ഞു പോകുന്നില്ല. ആവശ്യമായ അത്രയും വെള്ളം കുടിക്കുകയും ആവശ്യമായ സമയത്ത് കൃത്യമായി ബാത്റൂമിൽ നിങ്ങൾ പോവുകയും ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഓരോ കുട്ടിയുടെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാന കാര്യമാണെന്ന് കണക്കാക്കി ഇതെല്ലാം ഉപയോഗപ്പെടുത്താൻ കഴിയണം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ, സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീജ രതീഷ്, സ്കൂൾ പ്രിൻസിപ്പൽ KH ഹനീഷ്യ, പ്രധാനാധ്യാപിക V ഫ്രാൻസി, V പ്രിൻസിമോൾ, PP സരിത, പ്രകാശ് P അരുൺകുമാർ, CT പ്രമോദ് കുമാർ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച കുട്ടികളെ MLA ചടങ്ങിൽ അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ R ജയരാജ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ്ണ നടത്തി. അന്യായമായ തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക, ഹരിതകർമ്മ സേനാ സേവനം ആവശ്യമില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളെ യൂസർ ഫീയിൽ നിന്നും ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആലപ്പുഴ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചു. അന്യായമായ തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക, ഹരിതകർമ്മ സേനാ സേവനം ആവശ്യമില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളെ യൂസർ ഫീയിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ടൗൺ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ്ണ സമിതി ജില്ലാ ട്രഷറർ ജേക്കബ് ജോൺ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് R സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KN അനിരുദ്ധൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് KS മുഹമ്മദ് ധർണയ്ക്ക് സ്വാഗതം പറഞ്ഞു. മുഹമ്മദ് നജീബ്, സുനീർ ഇസ്മായിൽ, NB രാജ, ബെന്നി നാഗപ്പറമ്പിൽ, ദിനേശൻ എന്നിവർ ധർണയിൽ സംബന്ധിച്ചു. ആലപ്പി ഡിസ്ട്രിക്ട് കൗണ്ടി പ്രീമിയർ ലീഗ് ഫ്ലഡ് ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. HSLAM MLA ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യുവതലമുറയെ ആരോഗ്യമുള്ള സമൂഹമാക്കി മാറ്റാൻ വലിയ പങ്കാണ് സ്പോർട്സ് വഹിക്കുന്നതെന്ന് MLA അഭിപ്രായപ്പെട്ടു. ആലപ്പി ഡിസ്ട്രിക്ട് കൗണ്ടി പ്രീമിയർ ലീഗ് ഫ്ലഡ് ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. ആലപ്പുഴ തിരുവമ്പാടി ക്യാബിനറ്റ് സ്പോർട്സ് സിറ്റിയിൽ ആരംഭിച്ച ടൂർണമെന്റ് HSLAM MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാം ഒരു ലൈഫിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടായി ഈ സ്പോർട്സിനെ കരുതുകയും നമ്മുടെ നഗരത്തിലെ അത്തരം കായിക ശേഷിയുള്ള അല്ലെങ്കിൽ കായിക പ്രതിഭകളെന്ന് പറയാൻ പറ്റുന്ന ആളുകളെയെല്ലാം ഇതുപോലെ കൂട്ടിയോജിപ്പിച്ച് നിരന്തരമായി ഇത്തരം മത്സരങ്ങളിലൂടെ ഓരോ കായിക താരങ്ങളെയും കൂടുതൽ പരിപോഷിപ്പിക്കാനും മെച്ചപ്പെടുത്തിക്കൊണ്ടുവരാനും കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇത്തരം മത്സരവേദി സൃഷ്ടിക്കുന്നതിലൂടെ സംഘടിപ്പിക്കാൻ കഴിയുന്നത്. അത് നിശ്ചയമായി നമ്മുടെ നാടിന്റെ കായിക മേഖലയ്ക്കുള്ള വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട സ്വാധീനമാണ്. കായിക താരങ്ങളുടെ കായിക ശേഷി പരിപോഷിപ്പിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വേദിയാണ്. അത് ഏറ്റവും മനോഹര യുവതലമുറയെ ആരോഗ്യമുള്ള സമൂഹമാക്കി മാറ്റാൻ വലിയ പങ്കാണ് ഓരോ കായിക വിനോദങ്ങളും വഹിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ACPL രക്ഷാധികാരി അഡ്വക്കേറ്റ് കുര്യൻ ജെയിംസ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായി. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് VG വിഷ്ണു മുഖ്യ പ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർ B നസീർ സംസാരിച്ചു. ACPL പ്രസിഡന്റ് VK നാസറുദ്ദീൻ ചടങ്ങിന് സ്വാഗതവും സെക്രട്ടറി ബിലാൽ നിസാർ നന്ദിയും പറഞ്ഞു. വയനാട് പ്രളയ ദുരന്ത ഭൂമിയിലെ മികച്ച സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആലപ്പുഴ സ്വദേശി പപ്പനെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 16ഓളം ടീമുകൾ മാറ്റിവെക്കുന്ന ടൂർണമെന്റ് ഈ മാസം 17-നാണ് അവസാനിക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. ഇടതുപക്ഷ ഐക്യമാണ് കമ്മ്യൂണിസ്റ്റിന്റെ ശക്തിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. CPI ജില്ലാ കോടതി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുതായി പണി കഴിപ്പിച്ച PM തങ്കപ്പൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ഐക്യമാണ് കമ്മ്യൂണിസ്റ്റിന്റെ ശക്തിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. CPI ജില്ലാ കോടതി ലോക്കൽ കമ്മിറ്റി ഓഫീസായ PM തങ്കപ്പൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നിപ്പിനെ പറ്റിയുള്ള CPI കാഴ്ചപ്പാടാണ് നിർഭാഗ്യകരമാണ്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭിന്നിപ്പ് കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല ഈ നാട്ടിലെ എല്ലാ പാവങ്ങൾക്കും തൊഴിലാളി വർഗത്തിന്റെ എല്ലാ ബന്ധുക്കൾക്കും നാടിനാകമാനവും നേട്ടമുണ്ടായിട്ടില്ല എന്നാണ് CPI നിലപാട്. അതുകൊണ്ട് കോട്ടമുണ്ടായിട്ടുണ്ട്. ആ നേട്ടങ്ങൾക്ക് പകരം കോട്ടമുണ്ടാക്കിയ സംഗതിയാണ് ഈ ഭിന്നിപ്പ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായി കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് ആ ഭിന്നിപ്പ് നിർഭാഗ്യകരമാണെന്നാണ്. ഭിന്നിപ്പ് കഴിഞ്ഞു ഒരുപാട് കാലമായി. 64 ശേഷം 2025 ആകുമ്പോഴേക്കും ഒരുപാട് വെള്ളമൊഴുകി. എല്ലാ പുഴകളിലും ആ വെള്ളമൊഴുകിപ്പോയി. CPIയും CPIഎമ്മും തമ്മിൽ ഭിന്നിപ്പില്ല. ഭിന്നിപ്പിന്റെ കാലഘട്ടത്തിൽ സ്വന്തം ആളുകൾ പരസ്പരം ശത്രുക്കളായി മാറി. ഭിന്നിപ്പിന്റെ രോഗം പിടിപെട്ടപ്പോൾ ഇടതുപക്ഷ കമ്മ്യൂണിസത്തിൽ ബാലാരിഷ്ടതയും ഉണ്ടായി. രോഗം ഒരു കുറ്റമല്ല. അന്നത്തെ ഭിന്നിപ്പ് CPIക്ക് നിർഭാഗ്യകരമെന്നേ പറയാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. CPIക്കും CPIഎമ്മിനും ഇപ്പോഴും ഒരുപാട് ന്യൂനതകൾ പരിഹരിക്കപ്പെടാനുണ്ട്. ചില കാര്യങ്ങളിൽ തിരുത്തലുകൾ ആവശ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതവിശ്വാസത്തിന് എതിരല്ല, എന്നാൽ മതഭ്രാന്തിനെതിരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ R. സുരേഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ S. രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി TG ആഞ്ചലോസ് പൂർവ്വകാല നേതാക്കളെ ആദരിച്ചു. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PV സത്യനേശൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ജില്ലാ കൌൺസിൽ അംഗം P. ജ്യോതിസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് V. മോഹൻദാസ്, G. കൃഷ്ണപ്രസാദ്, ദീപ്തി അജയകുമാർ, മണ്ഡലം സെക്രട്ടറിമാരായ PK സദാശിവൻ പിള്ള, R. ജയസിംഹൻ, ജില്ലാ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് PP ഗീത, AITUC ജില്ലാ സെക്രട്ടറി DP മധു, BKMU ജില്ലാ സെക്രട്ടറി R. അനിൽകുമാർ, നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, AIYF ജില്ലാ സെക്രട്ടറി സനൂപ് കുഞ്ഞുമോൻ, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PK ബൈജു, KS ജയൻ, B. അൻസാരി, നിജു തോമസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. CPI ജില്ലാ കോടതി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N. ഷിജീർ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. സാമൂഹിക പ്രതിബദ്ധത നെഞ്ചേറ്റി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സജ്ജരായി. പുന്നപ്ര അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ 70ഓളം കേഡറ്റുകളും പറവൂർ ഗവൺമെന്റ് HSSലെ 44ഓളം കേഡറ്റുകളുമാണ് 2 വർഷത്തെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി രംഗത്തെത്തിയിരിക്കുന്നത്. സാമൂഹിക പ്രതിബദ്ധത നെഞ്ചേറ്റി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സജ്ജരായി. പുന്നപ്ര പടക്ക പഞ്ചായത്തിലെ ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ 70ഓളം കേഡറ്റുകളും പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 44 കേഡറ്റുകളുമാണ് 2 വർഷത്തെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി രംഗത്തെത്തിയിരിക്കുന്നത്. പാസിംഗ് ഔട്ട് പരേഡിൽ H. സലാം MLA സല്യൂട്ട് സ്വീകരിച്ചു. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്നും ഈ പ്രവർത്തനങ്ങൾക്ക് SPC കേഡറ്റുകൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും MLA അഭിപ്രായപ്പെട്ടു. നിശ്ചയമായി അങ്ങനെ ഒരു സാധാരണ വിദ്യാർത്ഥിക്കപ്പുറം നിങ്ങൾ ഓരോ വ്യക്തികളും അതുപോലെയുള്ള സേനയുടെ കൂടി പാർട്ടായി മാറുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട കാര്യം ഈ രാഷ്ട്ര സേവനത്തിലേക്ക് കൂടി നമ്മുടെ മനസ്സും ശരീരവും കടന്നിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ഉള്ളിൽ ഏറ്റവും പ്രധാനമായി കണക്കാക്കേണ്ട ഒന്ന് രാഷ്ട്ര സേവനത്തിന്റെ ഭാഗമാകുമ്പോൾ രാജ്യമാണ്. രാജ്യം മുഖ്യമായി കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷത അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം ഈ രാഷ്ട്രത്തിൽ ഒരു കവചം പോലെ നിലകൊള്ളുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. അതിനോട് ബാധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അന്തസത്തയായി എന്നും നമ്മൾ മുറുകെ പിടിക്കുന്ന ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഇത് ഇന്ത്യയുടെ ഏറ്റവും മഹനീയമായ സ്വഭാവമായി നമ്മളെല്ലാം മനസ്സിലാക്കുന്ന കാര്യമാണ്. നമ്മളെല്ലാം, നിങ്ങളും ഞങ്ങളുമെല്ലാം, മുതിർന്നവരുമെല്ലാം ചെറിയ ക്ലാസ്സിൽ പഠിച്ചു പോകുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ഏറ്റവും മഹത്തരമായ സ്വഭാവ സവിശേഷത. MR സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, അഡീഷണൽ SP S. അമ്മണിക്കുട്ടൻ, അമ്പലപ്പുഴ DYSP KN രാജേഷ്, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ TS അജിമോൻ, പുന്നപ്ര സർക്കിൾ ഇൻസ്പെക്ടർ TL സ്റ്റെപ്റ്റോ ജോൺ, SPC അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ S. അസ്ലം, MR സ്കൂൾ പ്രിൻസിപ്പൽ പ്രമീള കുമാരി, പ്രധാനാധ്യാപിക HM മിനി, സൂപ്രണ്ട് PI സിന്ധു, PTA പ്രസിഡന്റ് ദിലേഖ്, KC ജയകുമാർ,
AP ബൈജു ബാസ്റ്റിൻ, ആശ പി ഗംഗ, ഉഷ ജേക്കബ്, സ്റ്റാഫ് സെക്രട്ടറി റസീല, MR സ്കൂൾ മുൻ പ്രിൻസിപ്പൽ R രഞ്ജിത്ത്, പുഷ്പലത, സ്മിത എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓട്ടോറിക്ഷ തൊഴിലാളികളെ ജീവിക്കാൻ അനുവദിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഓട്ടോറിക്ഷയുമായി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ INTUC ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് G ബൈജു ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കാൻ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ RO പ്ലാൻ സ്ഥാപിച്ചു നൽകി. അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ HSSൽ 4 ലക്ഷം രൂപ ചെലവിൽ 1250 ലിറ്റർ കപ്പാസിറ്റിയുള്ള പ്ലാന്റാണ് സ്ഥാപിച്ചു നൽകിയത്. H സലാം MLA പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. അന്യായമായ തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക, ഹരിതകർമ്മസേന സേവനം ആവശ്യമില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളെ യൂസർ ഫീയിൽ നിന്ന് ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ആലപ്പുഴ ഡിസ്ട്രിക്ട് കൗണ്ടി പ്രീമിയർ ലീഗ് ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. H സലാം MLA ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യുവതലമുറയെ ആരോഗ്യമുള്ള സമൂഹമാക്കി മാറ്റാൻ വലിയ പങ്കാണ് സ്പോർട്സ് വഹിക്കുന്നതെന്ന് MLA അഭിപ്രായപ്പെട്ടു. ഇടതുപക്ഷ ഐക്യമാണ് കമ്മ്യൂണിസ്റ്റിന്റെ ശക്തിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. CPI ജില്ലാ കോടതി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുതായി പണികഴിപ്പിച്ച PM തങ്കപ്പൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.